പൊങ്ങിയ മത്സ്യങ്ങൾ ഒഴുകിപ്പോയ ആ ദയനീയ കാഴ്ച ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. മത്സ്യകർഷകർക്ക് 5 കോടിക്ക് മുകളിൽ നാശനഷ്ടമുണ്ടായതായി ഫിഷറീസ് വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വീട് പണയം വെച്ചും ലോണെടുത്തും കടം വാങ്ങിയും തുടങ്ങിയ കൃഷിയാണ്. മാസം 1.5 കഴിഞ്ഞിട്ടും കർഷകരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ഈ പാവങ്ങളുടെ കണ്ണീർ ആരൊപ്പം? കാരണക്കാരായവർക്കെതിരെ ആര് നടപടി സ്വീകരിക്കും? ഞാനുണ്ടിവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. പെരിയാറിൽ മത്സ്യക്കുരുതി നടന്നതിന് ശേഷം വലിയ പ്രതിഷേധമായിരുന്നു കർഷകരുടെയും ഒപ്പം നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സമയത്ത് മന്ത്രിമാരടക്കം ഇവിടെ എത്തുകയും ഈ മത്സ്യകർഷകരുമായി സംസാരിക്കുകയും നഷ്ടപരിഹാരം അടക്കം എത്രയും വേഗം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ഇവരെല്ലാവരും പിരിഞ്ഞത്. പക്ഷേ ഈ 1.5 മാസമായിട്ടും ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അന്വേഷിക്കുമ്പോൾ പല ന്യായീകരണങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജില്ലാ കളക്ടർ അടക്കം റിപ്പോർട്ട് തേടുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്താണ് ശരിക്കും ഈ നഷ്ടപരിഹാരം വൈകാൻ കാരണമെന്ന് നമുക്ക് മത്സ്യകർഷകരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾക്കുണ്ടായ നഷ്ടം അത് നികത്താൻ കഴിയാത്തതിനപ്പുറത്താണ്. വലിയ കണക്കെടുപ്പുകളും കോടികളുടെ നഷ്ടമുണ്ടെന്ന് വിലയിരുത്തി സർക്കാർ തന്നെ വിലയിരുത്തി. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഇതെന്താണ് യഥാർത്ഥ കാരണമെന്ന് പോലും സഭയിൽ ഒരു വ്യക്തതയില്ലാത്ത മറുപടി നൽകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഒരു നഷ്ടപരിഹാരം സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്താണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി? അതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളം പിന്നിട്ട് നമ്മളുടെ മത്സ്യക്കുരുതി ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് 400ഓളം കൂടുകളിലായിട്ട് ടണ്ണ് കണക്കിന് മത്സ്യമാണ് മത്സ്യകൃഷിയുടെ നഷ്ടമായത്. അത് ഇവരെല്ലാവരും അവരുടെ സമ്പത്തും അവരുടെ ഒരു കൂടുതലും കടം വാങ്ങിയെല്ലാം വളർത്തിക്കൊണ്ടുവന്ന മത്സ്യമാണ്. ഇത് ട്രോളിങ്ങിന്റെ സമയത്ത് വിൽക്കാൻ വെച്ചിരുന്നതാണ്. അന്ന് കിട്ടുന്ന തുക ഇന്നിപ്പോൾ ചാളക്ക് 350 രൂപ 360 രൂപ, അതിലൊക്കെ അതുപോലെ തന്നെ വില കൂടില്ല. അപ്പോൾ ഈ മത്സ്യങ്ങൾക്ക് നല്ലൊരു വില കിട്ടേണ്ട സമയമായിരുന്നു ട്രോളിങ്. അതവരുടെ എല്ലാ സ്വപ്നങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് ഈ വെള്ളം അന്ന് ഒഴുക്കി വിടുകയും അതുമൂലം ഈ മീനുകളെ മുഴുവൻ ചാവുകയും അതുപോലെ തന്നെ പുഴകളിലെ മത്സ്യങ്ങളെ മുഴുവൻ ചത്തൊടുങ്ങുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും ഒരുപോലെ നഷ്ടം സംഭവിച്ച ഒരു ദുഷ്പ്രവൃത്തിയാണ് ഈ കമ്പനികൾ വ്യവസായ മേഖലയിൽ നിന്നും ഈ കർഷകരുടെ മേലെ അടിച്ചേൽപ്പിച്ചത്. ഇതിനെതിരെ പല റിപ്പോർട്ടുകൾ വന്നെങ്കിലും PCBയുടെ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് മന്ത്രി അവിടെ നമ്മളുടെ നിയമസഭയിൽ ഇവരുടെ റിപ്പോർട്ടാണ് ശരിയെന്നും അവരുടെ റിപ്പോർട്ട് പ്രകാരം ജൈവമാലിന്യം അടിഞ്ഞുകൂടിയത് മൂലം ഓക്സിജന്റെ കുറവുകൾ, അതിനകത്തുണ്ടായ അമോണിയയുടെ സൾഫേറ്റിന് അതുപോലുള്ള രാസമാലിന്യങ്ങളുടെ കൊണ്ടാണ് ജൈവ രാസമാലിന്യങ്ങളുടെ അളവ് കൂടിയത് കൊണ്ടാണ് ഓക്സിജന്റെ കുറവുണ്ടായതെന്നും മറ്റു കമ്പനികളിൽ നിന്ന് ഒരു കമ്പനികളും വിഷാംശം അടങ്ങിയ വെള്ളം പുറത്തോട്ട് ഒഴുകിയിട്ടില്ല എന്നും മന്ത്രി അവിടെ പറയുകയുണ്ടായി. അപ്പോൾ അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. 4 റിപ്പോർട്ട് നിലവിൽ കുഫോഴ്സിന്റെ, CMFRAയുടെ, വാട്ടർ അതോറിറ്റിയുടെ, ഇറിഗേഷന്റെ 4 റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു വ്യവസായികളെ സംരക്ഷിക്കുന്ന അവർക്ക് അവരുടെ കാര്യം ന്യായീകരിക്കുന്ന റിപ്പോർട്ടാണെന്ന് മന്ത്രി അവിടെ വായിക്കുകയുണ്ടായത്. അത് തന്നെ നമ്മളെ ഈ മത്സ്യകർഷകരെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ല. അതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. നമ്മൾ ഈ കഴിഞ്ഞ 1-ാം തീയതി മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്ക് ഫിഷറീസ് മന്ത്രി, സംസ്ഥാന മലിനീകരണ ബോർഡ്, സംസ്ഥാന ജൈവ വ്യതിയാന ബോർഡ്, സംസ്ഥാന നിയമസഭ പരിസ്ഥിതി ബോർഡ്, ഇവർക്ക് എല്ലാവർക്കും നമ്മൾ നിവേദനം നേരിട്ടുണ്ട് തിരുവനന്തപുരത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഫിഷറീസിന്റെ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് 13.55 ലക്ഷം രൂപ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് സർക്കാരിലോട്ട് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും 1 രൂപ പോലും സർക്കാരിൽ നിന്ന് നമുക്ക് കർഷകർക്ക് കിട്ടില്ല എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവരുടെ മുന്നിൽ ആരും തെറ്റുകാരില്ല. ഇതൊരു ജൈവ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടായ പ്രകൃതിയിൽ നിന്നുണ്ടായ ഒരു വ്യതിയാനം അല്ലെങ്കിൽ അതിന്റെ വ്യതിയാനം മൂലം ഉണ്ടായ മത്സ്യക്കുരുതിയാണ്. അതിന് സർക്കാർ ഉത്തരം പറയാൻ അതിന് സർക്കാർ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ഇതുപോലെ ഇനിയും സംഭവിക്കാം. അന്നും സർക്കാർ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഇതുവരെയൊക്കെ നഷ്ടം നടത്താൻ സർക്കാർ തയ്യാറല്ല. ആരാണത് ചെയ്തത്, അവർ ഉത്തരവാദികളെ കണ്ടെത്തിയ അവരെ നിന്ന് ഈടാക്കുക എന്നുള്ളതാണ് അന്ന് പറഞ്ഞെങ്കിലും പക്ഷേ സർക്കാർ തന്നെ പറയുന്നു ആരും പുഴയിലോട്ട് വെള്ളം ഒഴുക്കിയിട്ടില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരവാദികൾ ആരാണെന്ന് ഇപ്പോഴും ഇരുട്ടത്തപ്പുമാണ്. ഈ വ്യവസായത്തെ അല്ലെങ്കിൽ വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്ന ഒരു രീതി തന്നെയല്ലേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്? അത് ഉറപ്പായിട്ടും തീർച്ചയായും. അല്ലെങ്കിൽ മണ്ടൻ ചിന്താഗതിയല്ലേ പറയണത്. ഓക്സിജൻ ഇല്ലെന്ന് പറഞ്ഞു തന്നെ ഫസ്റ്റ് തൊട്ട് പറയുന്ന സംഭവമാണ്. ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ് മീൻ ചത്തെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതിലുള്ള ആൾ മെമ്പർ തന്നെ പറയുന്നുണ്ട് ഞണ്ടുകൾക്ക് ജീവിക്കാമെന്ന്.
ഞണ്ടുകൾ ഓൾറെഡി കരയൊക്കെ കയറുന്ന സാധനങ്ങൾ. അതേപോലെ കുറേ മത്സ്യങ്ങളുണ്ട് ഓക്സിജൻ കുറവുള്ള സമയത്ത് ജീവിക്കാൻ പറ്റിയ മത്സ്യങ്ങൾ, ആമ, മറിച്ച് തിരിച്ച്, അങ്ങനെ ഇതെല്ലാം ചത്തുപോയില്ലേ. ഇതെല്ലാത്തിൻ്റെ കാരണം എന്താണെന്ന് ഇവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് അറിയാം ഏത് കമ്പനിയാണെന്ന്. പക്ഷേ ഈ കമ്പനിയുടെ പേര് ആരും പറയണില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഞങ്ങൾ ചെന്ന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി മീൻ ചത്തതിൻ്റെ പിറ്റേ ദിവസം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണ് അവർ സാമ്പിൾ എടുക്കാൻ പോണത്. അവർ സാമ്പിൾ പോലും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാത്തിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പൈസ കിട്ടിയോണ്ട് മാത്രമാണ് ഇവരാരും ഒന്നും ചെയ്യാത്തത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഞങ്ങളും പൈസക്ക് വേണ്ടി തന്നെയാണ്. ഒരാൾ പോലും ഞങ്ങൾക്ക് ഒരു രൂപയുടെ സഹായം ചെയ്യാമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പല വാഗ്ദാനങ്ങളും ടി വിയിലാണ് ഇതിലെ പറയുന്നുണ്ട്, ധനസഹായം കൊടുക്കും, ഇത് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ പൈസ കൊടുക്കുമെന്ന്. ഇതുവരെയും തന്നിട്ടില്ല. ഇപ്പൊ തരാൻ ഉദ്ദേശിക്കുന്ന പൈസ തന്നെ ജനകീയ മത്സ്യകൃഷിയുടെ ഫണ്ടാണ്. ആ ഫണ്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കൊടുത്ത പൈസയാണ്. ഞങ്ങൾ സബ്സിഡിക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത ബില്ല് വെച്ചിട്ട് ഈ കൊല്ലം തരാമെന്ന് പറഞ്ഞിട്ട് ജനുവരി കിട്ടേണ്ട പൈസയാണ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഫണ്ട് ഇപ്പൊ തരുന്നത് പറഞ്ഞാൽ തന്നെ അത് ഞങ്ങളുടെ യഥാർത്ഥ പൈസയാണ് തരുന്നത്, അല്ലാതെ നഷ്ടപരിഹാര തുകയല്ല തരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാളും സൗമ്യമായ രീതിയിലായിരുന്നു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിവേദനം കൊണ്ട് സമർപ്പിക്കുകയും ഞങ്ങൾ അവർ പറയുന്ന സമയമെല്ലാം നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ 2 മാസത്തോളമായി. ഇനി ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഇത് സമരമുറകൾ മാറ്റും. 4 ലക്ഷവും 40 ലക്ഷവും നഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 40,000 കൊണ്ട് അവരെന്ത് ചെയ്യണം? ഒരു കൂട്ടിലെ കുഞ്ഞുങ്ങൾ പോലും മേടിക്കാൻ പറ്റില്ല. 1000 കാളാഞ്ചിക്കന്നെ വരുന്നുണ്ട് 45,000 രൂപ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് മുതലാവണേന്ന് പറയുന്നത്? ഈ ഒരു വിളവെടുക്കുന്ന സമയത്ത് അതിൽ എത്ര രൂപയുടെ ഒരു ലാഭമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക, അല്ലെങ്കിൽ എത്ര രൂപയുടെ കച്ചവടമാണ് സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ചുണ്ടാവുക? നോർമൽ ഒരു കൂട്ടിന്ന് 1 ലക്ഷം രൂപ അടുത്താണ് നമുക്ക് മാക്സിമം ലാഭം കിട്ടുന്നത്. അത് ഈ പറയണ നമ്മുടെ ട്രോളിങ്ങിന്റെ സമയത്തേക്കാണെങ്കിൽ 1.30 വരെ നമുക്ക് ലാഭം കിട്ടും. അത് ഒരു കൊല്ലത്തെ കഷ്ടപ്പാടിന്റെ ലാഭമാണ്. പക്ഷേ ഞങ്ങൾ ഈ രാത്രി ഉറക്കം വെച്ചിരിക്കണം. ഒരു ദിവസം 500 വെച്ച് കൂട്ടിയാൽ തന്നെ 360 ദിവസം 1.5 ലക്ഷം രൂപയുടെ തച്ച് ഞങ്ങൾക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ തച്ചാണ് ഞങ്ങളുടെ ലാഭമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ പറയണത് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ ഇല്ലാതാക്കില്ല. ഒരു കൊല്ലത്തെ സ്വപ്നമാണ് ഞങ്ങളുടെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്. കൂടി വന്നൊരു 4-3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ അത് എല്ലാ മീനും ചത്തുപോയത്. എത്ര നാളത്തെ കഠിനാധ്വാനമാണെന്ന് ഇവർക്കൊന്നും അറിയാൻ പാടില്ല. ആ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ഈ ഗവൺമെന്റ് തരൂല്ല ഒരിക്കലും. ഈ ഗവൺമെന്റ് മുടന്തൻ ന്യായങ്ങളും മുടന്തൻ ചിന്താഗതിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തലപ്പത്തിക്കുന്ന ആൾ തന്നെ ശരിയല്ല. പുള്ളിക്ക് ഒരു മനസാക്ഷി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ മത്സ്യകർഷകരോട് ചെറിയ രീതിയിൽ സമാധാനിക്കാനുള്ള ഒരു വാക്കെങ്കിലും പറയാം. പുള്ളി ഒരു ഇതില്ലാത്ത രീതിയിലാണ് സംസാരവും. പുള്ളി ഒരു ശരിയല്ല. ഞങ്ങൾക്ക് അതിനോട് തീരെ യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഉണ്ടെങ്കിൽ ഒരിക്കലും കിട്ടൂലെന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾ ഇനി നിയമ നടപടിയായിട്ട് മുൻപോട്ട് പോയി കേസ് രജിസ്റ്റർ ചെയ്ത് ഹൈക്കോടതി തന്നെ കേസ് ഫയൽ ചെയ്തിട്ട് ഞങ്ങൾ നിയമമായിട്ട് മുൻപോട്ട് പോകുള്ളൂ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങൾ അധ്വാനിച്ചിരിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, പിന്നെ ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെ ജീവിക്കണം? ആദ്യം ഈ ഒരു സംഭവം നടക്കുന്നു, അതിനുശേഷം ഒരാഴ്ച മുൻപ് വീണ്ടും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നു. ഇനിയും നിങ്ങൾ ചത്തുപൊങ്ങിയ മത്സ്യങ്ങൾ ഒഴുകിപ്പോയ ആ ദയനീയ കാഴ്ച ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. മത്സ്യകർഷകർക്ക് 5 കോടിക്ക് മുകളിൽ നാശനഷ്ടമുണ്ടായതായി ഫിഷറീസ് വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. വീട് പണയം വെച്ചും ലോണെടുത്തും കടം വാങ്ങിയും തുടങ്ങിയ കൃഷിയാണ്. മാസം 1.5 കഴിഞ്ഞിട്ടും കർഷകരുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ഈ പാവങ്ങളുടെ കണ്ണീർ ആരൊപ്പും? കാരണക്കാരായവർക്കെതിരെ ആര് നടപടി സ്വീകരിക്കും? ഞാനുണ്ടിവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. അറുപതോളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽചാലിൽ നിന്ന് അദാനി പോർട്ടിന്റെ മറൈൻ മേധാവിയായ തുഷാർ കിനകറാകും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. തുടർന്ന് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാകും ഈ ബ്രേക്ക് വാട്ടറിന് സമീപത്തേക്ക് കപ്പലിനെ എത്തിക്കുക. അവിടെ നിന്ന് നാളെ പുലർച്ചെ മുതൽ, നാളെ രാവിലെ ഏതാണ്ട് 10 മണി മുതലായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്ന തരത്തിലേക്ക് മറ്റ് തങ്ങളുടെ വിഷമം സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ അധികൃതർക്ക് മുന്നിൽ കാണിക്കണമെന്ന് മാത്രമേ ഇവർ കരുതുന്നുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഇവരെ ആ ഒരു പ്രതിഷേധത്തിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാർ കൊണ്ടുപോകുന്നു? എന്തുകൊണ്ട് ഇവരുടെ കണ്ണുനീർ ഇപ്പോഴും സർക്കാരോ അധികൃതരോ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തതെന്ന് ഇപ്പോഴും ഇവർക്ക് മനസ്സിലാകുന്നില്ല. വളരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഷമിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. വലിയ നഷ്ടങ്ങളുണ്ടായി, കോടികളുടെ നഷ്ടമുണ്ടായെന്ന് സർക്കാർ തന്നെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു നടപടി സ്വീകരിക്കാനോ നിങ്ങളുടെ നഷ്ടപരിഹാരം
പ്രശ്നപരിഹാരത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുവാനോ ഇപ്പോഴും സർക്കാർ തയ്യാറാകുന്നില്ല. എന്താണ് തുടർ നടപടി എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, തുടർ നടപടിയല്ല. നിലവിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് പെരിയാർ വിഷം കലങ്ങി കഴിഞ്ഞ മെയ് 20-ന്. നമുക്ക് ഈ 44 നദികളുണ്ട് കേരളത്തിനകത്ത്. അതിൽ 244 കിലോമീറ്ററോളം ദൈർഘ്യത്തിലൊഴുകുന്ന പെരിയാർ, വേമ്പനാട്ട് കായലിൻ്റെ ഒക്കെ എല്ലാം അടിസ്ഥാന പെരിയാറാണ്. അത്ര വലിയ മത്സ്യസമ്പത്ത് ഈ പ്രപഞ്ചത്തിലില്ല, ചിലപ്പോൾ ഈ ഭൂമിയിലുണ്ടാവില്ല. ഇത്ര വിവിധങ്ങളായ മത്സ്യങ്ങളും മത്സ്യാനങ്ങളും ഒരുപാടുണ്ട്. പറയാനാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വരെ ചർച്ച ചെയ്യാൻ പറ്റും, അത്രയുണ്ട് കാര്യങ്ങൾ. ഇത്ര വലിയ മത്സ്യസമ്പത്തിനാണ് അതിനെല്ലാം കൊന്നൊടുക്കിയ പണി ഇവിടെ നടന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പെരിയാറാണ്. പെരിയാറില്ലെങ്കിൽ ഇതൊന്നുമില്ല. എവിടെയും നമുക്ക് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്തേക്ക് ചത്തില്ല എന്ന് വിചാരിക്കുക, മത്സ്യം ചത്തവർ കാണില്ല. പക്ഷെ അവിടെ അടക്കം എല്ലായിടത്തും എഫക്റ്റഡ് ആണിത്. മൺസൂൺ കാലമാണ്, ഈ വെള്ളം പോണ നമ്മുടെ തുറമുഖത്തടക്കം പ്രജനനം നടക്കില്ല മത്സ്യങ്ങളുടെ. എല്ലാം പ്രഗ്നൻസി പീരീഡാണ്. പെരിയാറിലേക്ക് ഉപ്പിൻ്റെ സാന്ദ്രത കൂടുമ്പോൾ എല്ലാ മത്സ്യങ്ങളും പെരിയാറിലേക്ക് വരും. പെരിയാറിൽ ഉപ്പിൻ്റെ സാന്ദ്രത കുറവായിരിക്കും ആ സമയത്ത്. എല്ലാവരും വരുന്ന സമയവും അപ്പോഴാണ് ഈ പണി കിട്ടിയത്. വലിയ ദുരന്തമാണ്. ഈ 13 കോടിയോ 13.5 കോടിയോ അവർ കണക്കാക്കണം നല്ല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഞണ്ട് മുട്ടയിടത്ത് തന്നെ 7 ലക്ഷം തുടങ്ങി 10 ലക്ഷം വരെ കുഞ്ഞ്. തിരുതിയാണെങ്കിൽ അതേപോലെ, അല്ല നമുക്ക് കാളാഞ്ഞാണ് അത്ര തന്നെ. തിരുതിയാണെങ്കിൽ 1 ലക്ഷക്കണക്കിന് കുഞ്ഞ്, കണമ്പാണെങ്കിൽ 10,000 കണക്കിന് കുഞ്ഞ്, കരിമീനാണെങ്കിൽ 1000 കണക്കിന് കുഞ്ഞുങ്ങൾ. ഇങ്ങനെ അത്ര പെരുകുന്ന സമ്പത്ത് നമുക്ക് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നിട്ട് വള്ളക്കണക്കിന് പിടിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും പണ്ട്. എവിടെ പോയി? ഇത്ര പെരുകുന്ന സമ്പത്ത് എവിടെ പോയി? ഇതെല്ലാം ഈ ഫാക്ടറിയുള്ള കാരണക്കാർ. ഈ ഫാക്ടറി കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോ പോയിസൺ. ഞാനിതിൽ പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടക്കം എല്ലാ ആൾക്കാരുടെയും പറഞ്ഞൊരു കാര്യം, ശരിക്കും തീവ്രവാദികളോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരോ നമ്മൾ ആക്രമിച്ചാൽ കുറച്ച് ആളുകൾ കൊല്ലും. പക്ഷെ ഇവർ ചെയ്യണം എന്താണെന്നറിയോ? നിരന്തരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയും നമ്മുടെ ഭാവി തലമുറേനെ എല്ലാത്തിനും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അടക്കമുള്ള സംവിധാനം ചെയ്തു വെച്ചേക്കണത്. അപ്പോൾ അവർ നമ്മൾ ശമ്പളം കൊടുത്ത് ഉണ്ടാക്കാൻ വരാം. ഞാനൊക്കെ കിടന്ന് അധ്വാനിക്കണം, അതുപോലെ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോഴും പണിയെടുത്തവർ തന്നെ ഇത്രയും അധ്വാനിച്ച് ഞങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരെ ശമ്പളം കൊടുത്ത് പോറ്റണവർ ഞങ്ങളെ സംരക്ഷിക്കണ്ടേ? അപ്പം അവർ ഇതിനെതിരെ നിന്നാൽ, അവർക്ക് അനുകൂലമായിട്ട് നിന്നാൽ അവരാരായി? തീവ്രതകൾ താഴ്ത്താണെന്നേ അവർ മനസ്സിലായി. അത്രയും അവർ സ്വയം മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ്റെ തർക്കം സംസാരിച്ച കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നിങ്ങൾ തീവ്രതകൾ താഴ്ത്താണ്. നിങ്ങൾ ഞങ്ങളുടെ ശമ്പളം പറ്റിയിട്ട് ഞങ്ങൾക്ക് പണിയാണ്. ഹൈ പോയിസണാണ് വന്നതെന്ന്. മീൻ്റെ ഉളുമ്പ് പോലും ഇല്ലാണ്ടായിപ്പോയി. ഇവർ പറയണത് ജൈവ മാലിന്യം എന്നൊക്കെ പറയണവനല്ലേ? ശരിക്കും എൻ്റെയൊക്കെ നേരെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇതുപോലെ നല്ല പ്രതികരിക്കുക. അത്രയും ഹൈ പോയിസൺ നമുക്ക് വന്നിട്ട് മീൻ്റെ ഉളുമ്പെല്ലാം ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ മീനൊക്കെ എല്ലാം സകല സെക്കൻഡിലെല്ലാം ചത്തുപോയി. അത്രയും ഞങ്ങൾ അന്ന് കിടന്ന് മറ്റേ പ്രളയത്തിനും അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ രക്ഷപ്പെടൽ നടത്തിയില്ലേ? നാളുകൾക്ക് വേണ്ടി നന്നായിട്ട് നിന്നു. ഞങ്ങൾക്ക് പണിയെടുത്തതിന് പുറത്താണ് ഈ സർക്കാർ എന്നല്ല നിൽക്കുന്നത്. മനസ്സിലായ? സർക്കാർ നന്നായിട്ട് പണിയെടുത്തു എന്ന് ഞാൻ പറയണില്ല. ഞങ്ങൾക്ക് അത്രയും പണിയെടുത്തിട്ടുണ്ടെന്ന് പ്രളയത്തിനൊക്കെ അത്ര ഹെവി ആയിട്ട്. ഞാനൊക്കെ ചെയ്തോലും ചിലപ്പോൾ ആരും ചെയ്തിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ അത്രയും പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് സർക്കാർ വന്നിരിക്കുന്നത്. ആ സർക്കാർ എനിക്ക് പറയാനുള്ള കാര്യം സംഭവിച്ചു. കുറേ കൂടുതൽ ദണ്ഡിച്ചിട്ടുണ്ട്. അവർക്ക് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ആ നഷ്ടപരിഹാരം കൊടുക്കണം. അതേപോലെ ഇവിടെ ഇത് സംഭവിക്കാണ്ടിരിക്കാൻ ഭാവിയിൽ എല്ലാ മീറ്റിങ്ങിലും പണ്ട് മുതൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോ ഫാക്ടറി എടുത്ത് ഒരേ കൂടിട്, ഓരോ ഫാക്ടറി മുമ്പിലും ഒരേ കൂടിട്, മത്സ്യങ്ങളിട്, വെള്ളത്തിലുള്ള ക്യാമറ, ആധുനിക സംവിധാനങ്ങളുണ്ട്, ക്യാമറകളുണ്ട്. ഒരു മീൻ ചത്താൽ സ്റ്റേറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് വരുമെന്നേ. എന്തേ ചെയ്യാൻ പറ്റാത്തേ? ഞാനിത് എല്ലായിടത്തും ചോദിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജോയിന്റ് കളക്ടർ അടക്കം മീറ്റിംഗ് ഉണ്ടായിരുന്നു. കളക്ടറെടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർജവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൂടുകളുടെ അവിടെ ഒരു മീൻ ചത്താല് അപ്പം നമുക്ക് അവിടെ നമുക്ക് അപ്പം കിട്ടും. നമുക്ക് ഒരു മീന് ശ്വാസം കിട്ടാണ്ട് മരിച്ചോ ഇല്ലെങ്കിൽ പോയിസം വന്നോ അവരുടെ നമുക്കറിയാൻ പറ്റുമോ? അത്രയും എന്താ ചെയ്യാൻ പറ്റാത്തേ? ഈ സർക്കാർ പിണറായി വിജയൻ അത്രയും ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ വേറെ കാണില്ല അതിനപ്പുറത്ത്. ആ പുള്ളിക്ക് ഒരു ആർജവം ഉണ്ടെങ്കിൽ അവിടെ ഒരു 5-10 കൂട്ടുണ്ടെങ്കിൽ തീർന്ന പ്രശ്നം. ഒരു മീൻ ചത്തപ്പറിയാൻ പറ്റും. ഏത് കമ്പനിയിൽ നിന്ന് പറയാൻ പറ്റുന്നേ? അതിനപ്പുറത്ത് വേറെ ടെസ്റ്റ് വേണം. ഇവർ ഈ ടെസ്റ്റ് നമ്മൾ പേനത്തുമ്പിലെ റിസൾട്ടിന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോ ഇവിടുത്തെ കൂടുതൽ അംഗീകരിക്കുന്നില്ല. മൊത്തം തട്ടിപ്പരിക്കോളൂ. ഇവർ പറഞ്ഞത് എന്താ പറയാ, ഓക്സിജൻ അളവ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരെ ബോധിപ്പിക്കാനാണെന്നേ? ഇത്രയും കാലത്തിന് ഓക്സിജൻ അളവ് കൊണ്ടാണ് ഇവിടെ മത്സ്യം ചത്തത്. ഇത്രയും കാലത്തിനിടയിൽ ഞാനൊക്കെ നമ്മുടെ കിങ്കോ ചെട്ടിയൊക്കെ അവിടെയൊക്കെ മീൻ പിടിക്കുന്ന ഒരാളാണ്. പണ്ട് ഞണ്ട് പിടിക്കുമായിരുന്നു. ഒരു പോയിസം വന്ന് അപ്പം ഞണ്ട് ഇരടുക്കില്ല. ഞാൻ അതുകൊണ്ട് അത്ര ആദ്യമായിട്ട് ഞാൻ പറഞ്ഞതെന്നറിയാമോ, ഞണ്ട് ഇരടുക്കില്ല. പോയിസം വന്ന് അപ്പം അവൻ ചാവില്ല. ലോ പോയിസൺ ആണെങ്കിൽ മീനുകൾ വേറെ ഇടം തേടി പോവും. പക്ഷേ അത് കറക്റ്റാണെങ്കിൽ അറിയാൻ പറ്റും. ഇന്ന സമയത്ത് വിഷവെള്ളം മഞ്ഞുണ്ട്,
ഞങ്ങൾക്കത് അറിയാം, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണവരാ. എന്നിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് പറയുന്ന ഓക്സിജൻ പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ പൊട്ടത്തരമല്ലേ. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഞങ്ങൾക്കിത് വേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ കൂടുകൾ ഇടുക, കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഈ മത്സ്യസമ്പത്ത് ഇല്ലാണ്ടായിപ്പോയി, വലിയ സമ്പത്ത് ഇല്ലാണ്ടായിപ്പോയി. കണമ്പ് കുറേ എണ്ണം പോയി, നമ്മൾ വിട്ട് പോയി കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇത് ശരിക്കും നിങ്ങൾ ഒരു 1-2 ദിവസം എടുക്കാനുള്ള അത്ര വലിയ പ്രോഗ്രാം ഉണ്ട്. അത്ര വലിയ നമ്മുടെ നിധി ഇല്ലാണ്ടായിപ്പോയി. ഒരു ഞണ്ട് വലുതായി 2 കിലോ കിട്ടണമെങ്കിലല്ല, ഇന്ന് 5000 കിലോൻ്റെ അതിന് വില. ഒരു ഞണ്ട് മുട്ട 7 ലക്ഷം തുടങ്ങി 10 ലക്ഷം വരെ വരും. ഇന്ന് ഞണ്ട് വൈറസ് ബാധയും ഓക്സിജൻ്റെ അളവ് വെള്ളത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം അസുഖം വരുന്നത്. ഒന്നും കണക്ക് കൂട്ടി നോക്കി എത്ര കോടി രൂപ ഉണ്ടാവുന്നു. ഈ ആദ്യം ഈ സംഭവം നടക്കുന്നു, ഒരു ഫാക്ടറിയിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു, അത് വലിയ പ്രതിഷേധവും പ്രശ്നമൊക്കെ ആകുന്നു. അതിനുശേഷം നടപടിയെടുക്കാമെന്ന് പറയുന്നു, വീണ്ടും ഈ ഒരാഴ്ച മുൻപ് വീണ്ടും ഒഴുക്കുന്നു. അതിനർത്ഥം ഈ കർഷകരുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെക്കാളും ഈ ഫാക്ടറികളും ആ മുതലാളിമാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ശരിക്കും സർക്കാർ ശരിക്കും ഞാനാണ് ഈ ഒരു മുഖ്യമന്ത്രി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളവരും പറയാമല്ലോ, പെരിയാറിൽ വിഷം കലങ്ങി എവിടെയാണെങ്കിലും ഞാൻ അവിടെ വരും. അതെൻ്റെ ബോധ്യമാണ്, അതെനിക്ക് ഉണ്ടാവണം. ഇത്രയും പ്രധാനപ്പെട്ട നട്ടിലേക്ക് വിഷം കലങ്ങണേ, ആ ബോധ്യം എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാൻ പാടില്ല, ഞാൻ വരേണ്ടതുണ്ട്. അതൊരു കാര്യം. ഇപ്പം ഇതുപോലെ പ്രതിപക്ഷം കൊടുക്ക്, സതീശൻ പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചിലപ്പോൾ ടെലികാസ്റ്റ് ചെയ്യില്ലായിരിക്കും. സതീശൻ ഒരു പ്രസ്താവന നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ലെന്നേ. BJP അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരാളൊന്നും ചെയ്യില്ല. എന്താ ചെയ്യാത്തത്? പക്ഷേ ഈ വിഷയം സഭയിൽ TJ വിനോദ് MLA ഉന്നയിക്കുകയും അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വ്യവസായ മേഖല, ഏത് വ്യവസായ മേഖലയിൽ നിന്നാണോ മാലിന്യം ഒഴുക്കി വിട്ടത് അവർക്കെതിരെ നടപടി സ്വീകരിക്കും, അവരിൽ നിന്ന് നഷ്ടപരിഹാരം കണ്ടെത്തി നിങ്ങൾക്ക് പൈസ തരാം, അവരുടെ നിന്നും പണം കണ്ടെത്തി കർഷകർക്ക് തരുമെന്ന്. പക്ഷേ അതേ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇവിടെ മാലിന്യമാണ് അല്ലെങ്കിൽ രാസമാലിന്യങ്ങളാണ് കലർന്നത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വാദം കൂടി. വിചിത്രമായ 2 വാദമായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിച്ചത്. ശരിക്കും ഇപ്പൊ കൂസിന്റെ നടക്കുന്ന റിപ്പോർട്ടേ, അവരുടെ ഫസ്റ്റ് റിപ്പോർട്ടിൽ തന്നെ ജൈവമാലിന്യം കൊണ്ടും ആ പോയിസൺ ഉണ്ടാവാം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇതിൽ ഹൈ മെറ്റൽസ് അടക്കമുള്ള ഹെവി പോയിസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യം സമാധാനം പറയണം. ആരോട്? ലോകരാഷ്ട്രങ്ങളോട്. മനസ്സിലായില്ലേ? കടലിലേക്ക് കൊടുക്കണം ഈ സാധനം. ഇത് റിസൾട്ട് വരില്ല നീ, അത് ചെറിയ കാര്യം. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇത്രയും ദിവസം ഇതിനെക്കുറിച്ച് ആരായാലും, ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആരായാലും ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു മറുപടി ആരും തന്നിട്ടില്ല. അപ്പം നമുക്കിനി ഇത് നഷ്ടപരിഹാരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ നിലവിൽ ആർക്കുമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കുമില്ല. ഉറപ്പായി, ഏകദേശം ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾ അന്വേഷിച്ചത്തോളം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ലെന്നുള്ള ഇതാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും അറിയാൻ പറ്റിയത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്? ഇനിയിപ്പോൾ ഇത് അടുത്ത സീസണിലേക്കുള്ള മത്സ്യങ്ങളെ ഇനി ഇറക്കണോ വേണ്ടയോ എന്നും കൂടി ഞങ്ങൾക്ക് ഏത് തരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇനി ഇറക്കും. അല്ലാതെ അതായത് ഇറക്കാനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നെ വേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ ഇതുപോലെ എൻ്റെ കൂടെയുള്ള കർഷകർക്കും ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചവരാണ്. അവർക്ക് ഇതുപോലെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഈ ജലാശയത്തിലേക്ക് ഇനി എന്ത് ഉറപ്പിൽ ഇതിനെ വളർത്തി വലുതാക്കാൻ പറ്റുന്നുള്ള യാതൊരു കാര്യത്തിലും നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചത് നിലവിൽ. എന്താണ് ഇതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഞങ്ങളുടെ അസോസിയേഷൻ വഴിയായിട്ട് തീരുമാനിക്കും. അപ്പോൾ അസോസിയേഷൻ വഴിയായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ആദ്യ സമയത്ത് ഈ വലിയ രീതിയിൽ രാസമാലിന്യങ്ങൾ കലർന്നു എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി സഭയിലടക്കം പറയുന്നത് അത് ഓക്സിജന്റെ ലെവല് കുറഞ്ഞിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടിനെ തള്ളുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് കർഷകരെ സംബന്ധിച്ചുള്ളൊരു അവഗണനയല്ലേ? കർഷകരെ അവഗണിക്കുന്നതിന് തുല്യമല്ലേ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രതികരണം? അത് അവഗണനയാണോ? ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഓൾറെഡി റിപ്പോർട്ട് കുക്കോസിൻ്റെയും ബാക്കിയുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാസമാലിന്യം കലർന്നത് ഉൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായതാണ്. അതിൻ്റെ റിസൾട്ട് ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താണ് പറയേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാര്യം ഞങ്ങൾക്ക് ഇത് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി യാതൊരുവിധ സപ്പോർട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. അതാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്.
എല്ലാവരും ഇപ്പം ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഒരു കാൽക്കുലേഷൻ ആണെങ്കിൽ ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ കാര്യം പിന്നീട് ഞാൻ നിർത്തിക്കളയും, സ്റ്റോപ്പ് ചെയ്ത് ഇത് നമുക്ക് ഇനി ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇത് നമ്മളെ പിന്നെയും കടക്കണയിലോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇനി ഇതുപോലെ ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഇവിടേക്ക് മാലിന്യങ്ങൾ ഒഴുക്കി, അതിനുശേഷം ഒരാഴ്ച മുൻപ് വീണ്ടും സമാനമായ രീതിയിൽ മാലിന്യം ഒഴുക്കി അത് ഫാക്ടറി പൂട്ടാനുള്ള ഒരു ഉത്തരവിട്ടു. പക്ഷേ ഇനിയും എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ മത്സ്യകൃഷി നടത്തുന്നത്? കാരണം ഒരു ആവാസ വ്യവസ്ഥയെ പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മനുഷ്യർക്ക് തന്നെ ദോഷകരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ സർക്കാർ അവർക്ക് ഒത്താശ ചെയ്യുന്നു. ആ ഒരു കാര്യമല്ലേ ഇവിടെ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒത്താശ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് ഇപ്പോൾ ഏകദേശം ഇത് തന്നെയാണ്, പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം സെയിമാണ്. ഇനി ഇങ്ങനത്തെ ഒരു കൃഷി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ യുവ കർഷകനാണ്, എന്നെപ്പോലെ കുറേ യുവാക്കൾ ഇത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. പുറം രാജ്യങ്ങളിൽ പോയി പഠിച്ച് ജോലി മേടിച്ച് അവിടെ താമസിക്കാൻ പോകുന്ന യുവാക്കൾ ഇവിടെ നല്ലൊരു അവസരം ഉണ്ടായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റാവുന്നൊരു സാഹചര്യം ഇവിടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള എനിക്ക് തോന്നുന്നു 2030 ആകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ യുവജനങ്ങൾ ഉണ്ടാവില്ല, എല്ലാവരും പുറത്തേക്ക് പോകും. ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അതിനുള്ള ഒരു നിലപാട് സർക്കാർ ഈ ഒരു കൃഷിയിൽ അവർക്ക് പ്രോത്സാഹനം നൽകിയാൽ, നല്ല രീതിയിലുള്ള സപ്പോർട്ട് സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെനിഫിറ്റും ജീവിച്ചു പോകാനും കഴിയാവുന്ന നല്ലൊരു കൃഷിയാണ്. ഇത് നശിപ്പിച്ച് കളയരുതെന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഈ പ്രതിഷേധത്തിനോടൊപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. അതെ, ഞങ്ങളൊപ്പം ഞങ്ങളെല്ലാവരും അതായത് നമ്മളിതിൽ ശരിക്കും നല്ല രീതിയിൽ അധ്വാനിച്ച നമ്മൾ ഈ ഒരു മത്സ്യങ്ങൾ ഇത്രയും മാസം കൊണ്ട് വലുതാക്കി എടുക്കുന്നത്. ഇത് നമ്മുടെ കഷ്ടപ്പാടാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാതെ നമുക്ക് യാതൊരു ഇതിനകത്ത് വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് കഴിയും. കുഫോസ് റിപ്പോർട്ട് വന്നിട്ടും രാസമാലിന്യങ്ങളാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന് തെളിഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മത്സ്യക്കുരുതിയിൽ തൊഴിൽ നഷ്ടം വന്നിട്ടുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും ഒട്ടേറെയാണ്. ഇവരുടെ കാര്യത്തിലും അടിയന്തരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക തന്നെ വേണം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. എന്നാണ്